ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ നമ്മളെ തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ കഴിക്കുന്നവരെ വയറും നിറയണം മനസ്സും നിറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമാ ഡയലോഗ് മാത്രമല്ല കേട്ടോ. നമ്മളിനി എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് കഴിക്കുന്നവർ 100% ഹാപ്പി ആകുമ്പോഴാണ് ഉണ്ടാക്കിയ നമ്മളും ഹാപ്പി ആവുക. അത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാവും. ഒരു ഷെഫ് എന്ന നിലയിൽ നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരാൾ അടിപൊളിയാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഷെഫുമാരെ സംബന്ധിച്ചൊക്കെ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അത് ഹോട്ടലായിക്കോട്ടെ ആരെങ്കിലും വീട്ടിലായിക്കോട്ടെ, അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് നേരിട്ട് എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ സന്തോഷങ്ങൾ. എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. സാധാരണ നമ്മളിങ്ങനെ ഇടയ്ക്ക് കൂടുമ്പോൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസോ ചില്ലി ചിക്കനോ പുലാവോ ചിക്കൻ റോസ്റ്റോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു കോണ്ടി സ്റ്റൈൽ പിടിച്ചത്. ഇവിടെ അയർലൻഡിലെ മെയിൻ ഫുഡുകളാണ് സ്മാഷ് പൊട്ടറ്റോ, ഗ്രിൽഡ് ചിക്കനും ബോയിൽഡ് വെജിറ്റബിളൊക്കെ. അത് വീട്ടിൽ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം എന്തായാലും പൊളിച്ച്. നമ്മളെ നാടും വീടും വീട്ടുകാരൊക്കെ വിട്ട് ഞാൻ അയർലൻഡിൽ വന്ന് നിൽക്കുമ്പോൾ ആകെയുള്ളൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഇങ്ങനെ കൂടുമ്പോൾ ഉള്ള ദിവസങ്ങളാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് ഓഫ് കിട്ടുന്ന ദിവസങ്ങളൊക്കെ വളരെ റെയറാണ്. 1-2 മാസം കൂടുമ്പം ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇതുപോലെയൊക്കെ കൂടുക. അന്ന് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി 2 അടിച്ച് കഥയും പറഞ്ഞ് വെളുപ്പം കാലം 1-2 മണി വരെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ അയർലൻഡിൽ വന്നപ്പോൾ മുതലുള്ള കൂട്ടുകാരാണ് അവരൊക്കെ. നമ്മളിവിടുത്തെ ഫാമിലി എന്നൊക്കെ പറയാൻ ഇവരൊക്കെ ഉള്ളു ഇവിടെ. ഈ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ മിസ്സിംഗ് ആണ്. അവരൊക്കെ ഡ്യൂട്ടിയിലാണ്. എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടിയത് സുസ്മി ചേച്ചിയുടെ ശ്രീനാഥന്റെ വീട്ടിലാണ്. അന്ന് സുസ്മി ചേച്ചിയുടെ അമ്മ അയർലൻഡിലുണ്ടായിരുന്നു. അമ്മ ഉണ്ടായി തന്ന അങ്കമാലിയ മാങ്ങക്കറിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഷെഫ് ആവണമെന്ന് പറഞ്ഞ് ഷെഫായ ഒരാളൊന്നുമല്ല ഞാൻ. എങ്ങനെയൊക്കെ ഹോട്ടൽ ഫീൽഡിൽ വന്ന് സാഹചര്യങ്ങളുണ്ട് ഷെഫായ ഒരാളാണ്. പിന്നെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും തന്നെ പാചകക്കാരായിരുന്നു. അവർക്ക് പണ്ട് ഹോട്ടലും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വളർന്നു വന്നതുകൊണ്ടാവാം ചിലപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും നാട്ടിലായാലും പുറത്തായാലും 10 ആൾക്കാരുടെ മുമ്പിൽ പ്രഹസനം കാണിക്കാൻ പറ്റിയ ഒരു ഫീൽഡ് തന്നെയാണ് ഈ ഷെഫ്. പണ്ട് ഷെഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമൊക്കെ ആയിരുന്നു. ഹോട്ടൽ പണിക്കാരൻ, കുശിനിക്കാരൻ, ചായക്കടക്കാരൻ, പാത്രം കഴുകുകാരൻ, ഇങ്ങനെ പല പല ഓമന പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പം പിന്നെ നമ്മളെ ഷെഫുള്ള ഒരുപാട് റെസ്റ്റോറൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയപ്പോഴാണ് ഒരുപാട് പേർക്ക് ഷെഫ് എന്താണെന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഞാൻ ആദ്യമൊക്കെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നപ്പോൾ എൻ്റെ നല്ലവരായ നാട്ടുകാരും കുറച്ച് ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഹോട്ടൽ പണിയല്ലാതെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പണ്ടേ പിന്നെ നെവർ മൈൻഡ് ആയതുകൊണ്ട് നമ്മളെ വഴിക്ക് പോയി. എന്തായാലും എനിക്ക് ഒരുപാട് അഭിമാനമുള്ള ഒരു പ്രൊഫഷനാണ് ഈ ഷെഫ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ലോകത്തിലെ എല്ലാ ഷെഫുമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത അടിപൊളി അയർലൻഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.